ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു ഉപ്മാവാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തത്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ഇതുപോലെ മെഷറിംഗ് കപ്പ് വേണമെന്നില്ല. വീട്ടിലുപയോഗിക്കുന്ന സാധാരണ ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. ഇത് നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളം നന്നായിട്ട് വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഉപ്മാവിന് ആവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ ക്യാരറ്റ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കപ്പിനടുത്ത് വരും. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയും 2 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു ഉണക്കമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 3/4 ടീസ്പൂൺ കടുകാണ് ഞാനിപ്പോൾ ചേർത്തത്. കടുകിപ്പോൾ നന്നായിട്ട് ഒന്ന് പൊട്ടി വരുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ഉണക്കമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഉഴുന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇപ്പോൾ ചേർത്തത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഏകദേശം ഒരു 3/4 ടീസ്പൂണിനടുത്തുണ്ട്. ഇനി ഇഞ്ചിയുടെയും ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള വഴന്ന് ബ്രൗൺ ഷെയ്ഡൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഈ സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് ബീൻസും ഗ്രീൻ പീസും ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനിതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റാണ് ഇത് അടച്ചു വെച്ചത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തത്. അപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇത് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി തീ അല്പം കൂട്ടി വയ്ക്കാം. ഈ വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ച് വന്ന ശേഷമാണ് ഇതിലേക്ക് നമ്മൾ നുറുക്ക് ഗോതമ്പൊക്കെ ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഒരല്പം മുന്നിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ ഉപ്മാവ് തയ്യാറാക്കി കഴിയുമ്പോൾ പാകത്തിനുള്ള ഉപ്പുണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 3 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നതാണ്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്